ഇങ്ങനെ മട്ടൻ കറിയിൽ വെജിറ്റബിൾസ് എല്ലാം കൂടി ഇട്ട് ഇനിയാണ് ഇപ്പോൾ ഒരു അറബിക് ഫുഡ് ആവാൻ വേണ്ടി പോവാണ്. വെയിറ്റ് ആൻഡ് സീ. നമ്മൾ കറി അടിപൊളിയായിട്ട് കറി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമ്മൾ ദമ്മിടുന്നുണ്ട്. ഇയാളാണ് വെപ്പാറ്. അമീർക്കാരപ്പുറം പോയില്ല വേണ്ടപ്പോൾ. ഈ റിഗാഗ് നമ്മൾ സാധാരണ ഇതിപ്പം കടയിൽ നിന്ന് വാങ്ങിച്ച സാധനമാണ്, സൂപ്പർ മാർക്കറ്റിൽ നിന്ന്. സാധാരണ ഇത് അറബി വീടുകളിൽ ഉണ്ടാക്കുന്ന ഒരു ഇതാണ്. അതായത് മാവ്, അതായത് ഉപ്പ്, വെള്ളമൊക്കെ ചേർത്തിട്ട് നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു പലഹാരമാണ്. നമ്മൾ ദോശ ഉണ്ടാക്കുന്ന പോലെ മസാല ദോശയൊക്കെ നേരത്തെ രീതിയിൽ ഉണ്ടാക്കുന്നത് ആ രീതിയിൽ തന്നെയാണ് ഇത് ചുടുന്നത്. ചില ഈ എക്സിബിഷനൊക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റും. പഴയ കാലത്തുള്ള അറബി എന്താ ഇമറാത്തിയുള്ള UAE-യിലുള്ള ഇവിടെ ഒരു പാരമ്പര്യ ഫുഡാണ് ഈ റിഗാഗ് എന്ന് പറയുന്നത്. അതേതായാലും ഈ റമദാൻ നമ്മളൊന്ന് നോക്കണം. കറിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി. അതിൽ എന്താ കൂസയും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ്, അതുപോലെ തന്നെ മട്ടണിലാണെന്നുള്ളത് മട്ടൻ കറി, ക്യാരറ്റ്, ഇതൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ഇതിൻ്റെ കറി ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ചിക്കനിലും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നമുക്ക് റിഗാഗ് ഉണ്ടാക്കാനുള്ള എക്സ്പീരിയൻസ് നമുക്കാക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിക്കൊണ്ട് പോകുന്നു. ഒരു 5-6 പീസ് വാങ്ങിക്കൊണ്ട്, അത് പപ്പടം പോലെ പൊടിഞ്ഞ് പോകുന്നൊരു സാധനം കൂടിയാണ്, വളരെ നേരത്തെ രീതിയിലുള്ള. അപ്പോൾ അതൊക്കെ കറിയിലൊക്കെ ഒന്ന് കുതിർത്ത് 2 മിനിറ്റ് വെച്ചതിന് ശേഷം വളരെ സ്വാദുള്ള ഒരു ഭക്ഷണം തന്നെയാണ്. കറിയൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കിയതിന് ശേഷം കറിയിൽ അറബി മസാലയും കൂടി ചേർക്കണം കേട്ടോ. നമ്മൾ ഈ എന്താ പറയുക മന്തിയൊക്കെ ചേർക്കുന്ന മസാലപ്പൊടിയും കൂടി ചേർത്ത് കഴിഞ്ഞാലാണ് കറീൻ്റെ ടേസ്റ്റ് ശരിക്കും കിട്ടുക. അതിൽ ഈ വാങ്ങിക്കുന്ന റെഡിമെയ്ഡ് സാധനം കൂടി ചേർത്തിട്ട് ഉണ്ടാക്കിയാൽ സൂപ്പറായിരിക്കും. എല്ലാവരും ഒന്ന് റമദാനൊന്ന് ട്രൈ ചെയ്യാം. ഇന്ന് കുടുംബക്കാരെല്ലാവരും കൂടിയിട്ടുള്ളൊരു ഇഫ്താർ സംഘമായിരുന്നു. അപ്പോൾ നല്ലൊരു എന്താ പറയുക ചിക്കൻ മന്തിയും നമ്മുടെ മട്ടൻ റിഗാഗും സ്പെഷ്യൽ ഐറ്റംസ് ആക്കിക്കൊണ്ട് ഇന്ന് എല്ലാവരും കൂടിയിട്ട് കുടുംബക്കാരെല്ലാം ഒന്ന് ചേർന്ന് കൊണ്ട് ഇത് ഇഫ്താർ സംഘം നടത്തി. അപ്പോൾ മറ്റു വീടുമായി വീണ്ടും വരാം.